കാർ ഒരു പ്രശ്നക്കാരനാണോ? EV കാർ കൊണ്ട് ഒരു യാത്ര ചെയ്യാൻ പറ്റുമോ? അഥവാ നമ്മളൊരു യാത്ര തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഉദ്ദേശിച്ച സമയത്തിന് എത്താൻ പറ്റുമോ? ഒരു പെട്രോൾ കാർ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന എക്സ്പെൻസിൽ നിന്നും എത്രത്തോളം നമുക്ക് EV കാർ യൂസ് ചെയ്യുമ്പോൾ സേവ് ചെയ്യാൻ പറ്റും? ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ EV കാറിനെ ചുറ്റിപ്പറ്റിയിട്ട്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ യാത്ര ഈ കാണുന്ന യാതിൽക്കാർ സ്വന്തം ടാറ്റ നെക്സോണിന്റെ EV കാറിലാണ്. നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല, നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്ര ദൂരം നമ്മൾ യാത്ര ചെയ്യാൻ പോണത് തന്നെ. അപ്പൊ നമ്മളിപ്പോ ഒരു പുതിയൊരു ഫുഡ് ട്രിപ്പ് പോകാൻ പോവാണ്. എവിടെക്കാണ് യാതിൽ പോകാൻ പോണത്? കണ്ടോ എന്തിനാ പോണേ? ഹൈദരാബാദ് ബിരിയാണിയും ഹൈദരാബാദ് അലിയും കഴിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞേ, ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. ഹൈദരാബാദ് ബിരിയാണി ഹൈദരാബാദ് അലിയും കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ദിവസം വയനാടായിരുന്നു. വയനാടിന് ഇപ്പൊ നേരെ മൈസൂര് പോകും. ചില ഫുഡ് സ്പോട്ട് കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യും. പിന്നെ ബാംഗ്ലൂർ, പിന്നെ ഹൈദരാബാദ്, അങ്ങനല്ലേ പോണേ? അതെ അതെ. യെസ്. അപ്പൊ പോണ വഴിക്ക് നല്ലൊരു സൂര്യകാന്തിയുടെ തോട്ടം കണ്ടു. അപ്പൊ ഇവിടുത്തെ ഒരു ഫോട്ടോ, ഏകദേശം ഒരു 15-20 ഏക്കർ ഒരു സൂര്യകാന്തി തോട്ടം ആകെ 2 സെന്റിലേ ഉള്ളൂ. അപ്പൊ എന്തായാലും അതൊക്കെ പോവല്ലേ? അപ്പൊ നമ്മുടെ കൂടെ ക്യാമറ തിരിക്കൂ. ക്യാമറയുടെ പിന്നിൽ ഇബ്രാഹിം ഉണ്ട്. ഇബ്രാഹിം ഒരു ഹായ് തരൂ. അതിലേക്ക് ഹായ് തരൂ. പിന്നെ വണ്ടിയിൽ ഒരുപാട് പേരുണ്ട്. ആരൊക്കെയുള്ള വണ്ടിയില്? കിരൺ സാറുണ്ട്, അംജദ് ഉണ്ട്, കിരൺ സാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ തുടങ്ങല്ലേ? ഹൈദരാബാദ് വയനാട് ഓൾമോസ്റ്റ് 850 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഹൈദരാബാദ് എത്താനായിട്ട്. നമുക്ക് ഒറ്റയടിക്ക് ഹൈദരാബാദ് എത്താൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ. കാരണം നമ്മൾ യാത്ര ചെയ്യണത് EV കാറിലാണ്. ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്താൽ മാത്രമാണ് ഇത് ഹൈദരാബാദ് എത്തുള്ളൂ. കമ്പനി പറയണത് 450 റേഞ്ച് ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും അത് കിട്ടില്ല. അതിപ്പോൾ പെട്രോൾ കാർ ആണെങ്കിലും കമ്പനി പറഞ്ഞ റേഞ്ച് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തിട്ട് മാത്രം നമുക്ക് എത്താൻ പറ്റുള്ളൂ. EV കാറിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മളെ ഈ സീരീസ് ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. യാതിൽക്കാട് പുതിയ കാറായോണ്ട് അതിൽ കുറെ ഷോപ്പ് കാണിക്കും. ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും നമ്മുടെ അല്ല പുതിയ കാറ്, ഷോക്കേസ് വെച്ചേക്കണം. അതിനെ ഓനക്കാടൊക്കെ ടീമിന്റെ കാറാണ് പുതിയ കാർ. എന്താ അതിൽക്കാ പോരുന്നോ എന്റെ കൂടെ ഒരു മന്തി വെക്കാൻ? ലിപ്സ് മന്തി ഉണ്ട്. എന്താ ലിപ്സ് മന്തി ഉണ്ട്. ഭാര്യയില് റിപ്സ് മന്തിയാ? ഓ മുത്തേ, മുത്തേ പൊന്നെ മന്തി കഴിക്കല്ലേ. എന്ത് ബീഫ് മന്തി ഓർമ്മയുണ്ട് അതിൽക്കാക്ക്? പക്ഷെ വന്യമൃഗങ്ങളാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. നമ്മുടെ നാട് സ്വത്താണ്, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് മൈസൂരാണ്. മൈസൂര് മോൾ ഓഫ് മൈസൂരാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നാൽ 2 കാര്യം നടക്കും. ഒന്ന്, നമ്മുടെ കാറ് ചാർജ് ചെയ്യാനും പറ്റും. പിന്നെ യാതിൽക്കാർ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ട്, അതും ഇവിടെ വന്നാൽ നടക്കും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എൻ്റെ ട്രിപ്പ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് സിയോന്റെ ചാർജിങ് സ്റ്റേഷൻ ആണ്. വേറെ ഒന്നല്ല, കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്. എന്തായാലും നമ്മൾ കാറ് ചാർജ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരുന്നത് നല്ല നല്ല ഫുഡ് സ്പോട്ടിൽ പോയിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ യൂബർ ഓട്ടോ എടുത്ത് മൈസൂരിലെ തന്നെ ഏറ്റവും കിട്ടുന്ന സീ ഫുഡ് കിട്ടുന്ന സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മൈസൂര് മെയിൻ റോഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സിനായിട്ടോ ഫാമിലിയായിട്ടോ ആരായിട്ട് വന്നാലും സുഖമായിട്ട് ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാസർഗോഡുള്ള ഒരു ടീമാണ് ഇത് റൺ ചെയ്യുന്നതാണ്. ഇവര് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കയറി വരുമ്പോൾ തന്നെ കോംപ്ലിമെന്റ് ആയി തന്ന ഡ്രിങ്ക് ആയാലും സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സാലഡ് ആയാലും സീ ഫുഡ് സൂപ്പ് ആയാലും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു. കിഡിലെ ടേസ്റ്റ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടൊരു സാലഡ് ആണ്. കുറച്ച് കുക്കുംബർ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, കപ്ലണി ഉണ്ട്. ഒറ്റ നോട്ടം നോക്കി കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് തോന്നേയില്ല. കുക്കുംബറും പൈനാപ്പിളും മാത്രമുള്ളൂ കേട്ടോ. അതൊക്കെ എങ്ങനെയുണ്ട് സംഭവം? സൂപ്പർ അല്ലേ? പൈനാപ്പിൾ മാത്രമല്ല, കപ്പലണ്ടി ഉണ്ട്. കപ്പലണ്ടി ഉണ്ടാ? ആ അതെ, കപ്പലണ്ടി സെറ്റ് അല്ലേ? കണ്ടപ്പോ അതൊക്കെ എന്താ വിചാരിച്ചേ? ഈ സിമ്പിൾ ആയിട്ടുള്ള സാലഡ് തന്നെ ഇത്ര കിലോ ടേസ്റ്റിൽ അവർ സെർവ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ബാക്കി എല്ലാ ഫുഡും എന്തായാലും ഒരു മിനിമം ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സീ ഫുഡ് സൂപ്പാണ്. ക്രാബ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സൂപ്പാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരെണ്ണത്തിന് അവർ ചാർജ് ചെയ്യണത് 200 രൂപയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കഴിക്കാൻ മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫിഷ് മാംഗോ കറി, വെള്ളപ്പവും ഫിഷ് തവ ഫ്രൈ ആണ്. ഫിഷ് തവ ഫ്രൈക്ക് അവർ ചാർജ് ചെയ്യണത് 650 റുപ്പീസ് ആണ്. ഫിഷ് മാംഗോ കറിക്കാണെങ്കിൽ 380 റുപ്പീസും വെള്ളപ്പത്തിന് 25 റുപ്പീസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങളുടെ കൈ പോയത് ഈ കാണുന്ന തവ ഫ്രൈക്ക് തന്നെയാണ്. ഇതിന്റെ മസാല ഒക്കെ നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആണ്. ഫിഷ് ഒക്കെ എത്രത്തോളം ഫ്രഷ് ആണെന്ന് ഈ ഒരു ഒറ്റൊരു സീൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. എന്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഫിഷ്
വെള്ളാവോലി. കർത്താവോലി വേണ്ട, കർത്താവോലി നമ്മുടെ നാട്ടിലെ എല്ലാ റെസ്റ്റോറൻറ്റും കിട്ടും. അപ്പൊ നമ്മളിപ്പോ മൈസൂരിലുള്ളത് വെള്ളാവോലി. വെള്ളാവോലി റെയർ ക്യാച്ചാണ്. ഇതിന്റെ പോലെ തന്നെ ഈ കടയുടെ പേര് പോലെ തന്നെ റെയർ ക്യാച്ചാണ് വെള്ളാവോലി. കാരണം വെള്ളാവോലി ഏതെങ്കിലും ബോട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കുത്തിക്കൊണ്ടുപോകും. പിന്നെ ഇമ്പോർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ പോണ ഫിഷാണ് വെള്ളാവോലി. ഒരു രക്ഷയില്ലാന്ന് തന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ ഇത് എത്രത്തോളം അടിപൊളിയാണെന്ന്. ഫിഷ് ഫ്രഷ് ആണ്, അതിനുപരി മസാല ഒരു രക്ഷയിലാടാ അല്ലേ. ഇഡ്ഡലി വെള്ളാവോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാലേ ഇപ്പൊ നമ്മള് ഓടോ ബാംഗ്ലൂർ ഹൈദരാബാദ് ഒക്കെ പോണ്ടാട്ടാ, പ്രശ്നമില്ല. പുറത്തേക്ക് വരരുന്നില്ല. ആ തുപ്പരുന്നില്ല തമാശട്ടോ. കഴിക്കോ വെള്ളാവോലിയുടെ മുള്ളു കഴിക്കണം. ഫുൾ ജ്യൂസത്തിന് ശേഷം ഞാൻ കാണിച്ചല്ലേ തുപ്പൊന്നല്ലേ എന്താ അത്. സാധാരണ ഫിഷ് നമുക്ക് കഴിക്കാൻ പറ്റും, വായ കുടുങ്ങൂലേ. എടുത്ത് വായ കുടുങ്ങൽ ശ്രദ്ധിക്കണം. അതായത് സാധാരണ മീനിന്റെ മുകളിൽ നമുക്ക് കഴിക്കണമെങ്കിൽ തൊണ്ടേ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ഒന്നും പറ്റില്ല. ഇതിനെപ്പറ്റി അതിനുശേഷം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന അവിടുത്തെ വെള്ളപ്പവും ഫിഷ് മാംഗോ കറിയാണ്. എന്താണെന്ന് അറിയില്ല, ഇവിടുന്ന് കഴിച്ചാൽ ആകെ പാളിപ്പോയത് ഈ കാണുന്ന ഫിഷ് മാംഗോ കറിയാണ്. ഫിഷ് മാംഗോ കറി വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാലേ നമ്മൾ മുമ്പ് കഴിച്ച ഫിഷിലൊന്നും ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രഷ് ഫിഷ് ആയിരുന്നു, മസാല നല്ലതാണ്. ഇതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രേവി നല്ലതായിരുന്നു. പക്ഷേ ഈ ഫിഷ് കഴിക്കുമ്പോൾ നമുക്ക് ആഫ്റ്റർ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫ്രഷിലാണെന്നാണ് അർത്ഥം. എന്തായാലും ഗ്രേവി സൂപ്പറാണ്, കിട്ടുന്ന ടേസ്റ്റാണ്. അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം ഇന്ത്യ ബംഗ്ലാദേശിന്റെ വളരെ നിർണായകമായിട്ടുള്ള മാച്ചാണ്. അവസാന ഓവേഴ്സ് ആണ്, ഏഷ്യ കപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും മാച്ച് കാണുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ മാച്ച് കഴിഞ്ഞിട്ട് മതി ബാക്കി ട്രിപ്പ് എന്ന് ഞങ്ങൾ വിചാരിച്ചു. അവസ്ഥ പറ്റാ അപ്പൊ തന്നെ എടുത്ത് മാറ്റി. ഐ ലവ് മൈ കൺട്രി. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ബാംഗ്ലൂരാണ്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ ഞങ്ങൾ എത്തിയതേ അറിഞ്ഞില്ല, കാരണം അത്ര ഫാസ്റ്റിലാണ് നമ്മൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നത്. കിഡിലൻ റോഡാണ്. നമ്മൾ അത്രയും സ്പീഡിൽ ഓടിച്ചുകൊണ്ട് തന്നെ അടുത്ത ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ കോർമംഗലയുള്ള ജിയോന്റെ ചാർജിങ് സ്റ്റേഷനിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 4:42 നമ്മൾ പ്ലാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. യാതിരിക്കാ എന്താണ് നമ്മുടെ പ്ലാനിൽ ചേഞ്ച് വന്നത്? നമ്മൾ എവിടേക്കാണ് പോകുന്നത്? കന്നഡ ಗೊತ್ತಿಲ್ಲ ಮಗ. എന്ത്? തെലുങ്കു തെൽസ. ഇതേത് ഭാഷ? കന്നഡ അറിയൂല? ഇല്ല, അറിയില്ല. മലയാളത്തിൽ പറയും. കന്നഡയിൽ നമ്മൾ മാസം കാണിക്കുന്നില്ല, ഇനി മാസം അങ്ങ് തെലുങ്കിൽ. വേറെ ഒന്നല്ല, നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന വയനാട് നേരെ ബാംഗ്ലൂർ, അവിടെ നേരെ ഹൈദരാബാദ് ആയിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് ഹൈദരാബാദ് കവർ ചെയ്തിട്ട് പിന്നെ ബാംഗ്ലൂർ വരാം, പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അല്ല കിരൺ സാർ? കിരൺ സാറിന് സമ്മതിച്ചു കൊടുക്കണം. ഇപ്പൊ എത്ര മണിക്കൂറായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? 10 മണിക്കൂറാ? ഞങ്ങൾ വയനാടിന്ന് 3 മണിക്ക് ഇറങ്ങിയതാണ്. 12 മണിക്കൂറും കഴിഞ്ഞ് 13 മണിക്കൂറായിട്ട് പിന്നെ ആൾക്ക് ഓടിക്കണതാണ് പറയുന്നത്. EV കാറായോണ്ട് തന്നെ നമുക്ക് ചവിട്ടി പിടിച്ചു പോകാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം നമ്മള് നല്ല പണം കുറച്ച് മൈസൂർ ബാംഗ്ലൂർ നമ്മളൊരു 1.5-1.5 മണിക്കൂർ അതുകൊണ്ടായിരിക്കും 120 തന്നെ പിടിച്ചിട്ടാ പോകുന്നത്. ഓക്കെ, എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോയി. സംഭവം ഭയങ്കര നമുക്ക് പെട്രോൾ എക്സ്പെൻസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ട് വണ്ടിയും അതുപോലെ യൂസ് ചെയ്യണം. നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കുറവായിട്ട് കാണിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചാർജ് ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും നമ്മളിനി ബാംഗ്ലൂർ ഇപ്പം നിർത്തണില്ല. ബാംഗ്ലൂർ ഹൈദരാബാദിൽ നിന്ന് വന്നതിന് ശേഷം ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. ഈ ഒരു റോഡിന്റെ മെയിൻ നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അതുപോലെ തന്നെ ഒരു ഫുഡ് സ്പോട്ടും റോഡ് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യനും നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. ഒറ്റപ്പെട്ട സ്ഥലമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരുപാട് സ്ഥലം കവർ ചെയ്തിട്ടാണ് താജ്മഹൽ ഹോട്ടലിൽ നിന്നുള്ള ഈ ഒരു ഫുഡ് സ്പോട്ട് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ. നിങ്ങൾ ഈ റോട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഫുഡ് സ്പോട്ടിൽ കയറരുത്. അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് പോലും ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ പറ്റിയില്ല, അത്രയും ഷോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വല്ല ബ്രെഡും ജാമോ എന്തെങ്കിലും കരുതിയിട്ട് പോവുക. കാരണം അത്ര ഫെയിലിയർ ആണ് ഇവിടെ കൂടെയുള്ള ഫുഡ് സ്പോട്ടുകളൊക്കെ. ഇവിടുത്തെ ചില്ലി ചിക്കനും എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാ വിശപ്പില്ലാന്നാ? അപ്പൊ ഇത് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്തേ
വിശപ്പില്ലാണ്ട നീ ഇത് മാത്രം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നിനക്ക് വിശക്കണമെന്നുണ്ടല്ലോ. അതെ, അത് നിനക്ക് ഇഷ്ടായില്ലെങ്കിൽ അത് പറയടാ. ഞാൻ കഴിച്ചു. നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പിന്നെ ഒരു കട തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഭയങ്കര ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് മൂപ്പർക്ക് എഫക്ട് ചെയ്യുമെന്നാണ് സംശയം. അല്ല അതൊന്നല്ല, അതിന്റെ പിന്നീട് കഷ്ടപ്പാട് മനസ്സിലായപ്പോ കുറ്റം മറിച്ചത്. ദുഃഖി കെ സാത്ത് ഹംകോ ഖുഷി ആയേഗാ. ഒരു ഡ്രിങ്കിന്റെ ബ്രാൻഡാണ്, ഖുഷി എന്നാണ് ഇതിന്റെ പേര്. ഫുഡ് ഷോക്ക് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ ഗോളി സോഡ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെങ്കിലും നല്ലതാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതിനേക്കാ പ്രശ്നമായിരുന്നു, അതും നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഫെയിലിയർ ആയിരുന്നു. ആകെ ഒരു പോസിറ്റീവ് തോന്നിയത് വെള്ളം നല്ലതായിരുന്നു, പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടുന്ന് വന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. എന്താ പറയുക, എനിക്കാണെങ്കിൽ ചെറിയൊരു പേടിയുണ്ട്. ഫുഡ് ട്രിപ്പിലാണെങ്കിൽ ഫുഡ് പോയ്സൺ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണെങ്കിൽ അത്രയും ഫെയിലിയർ ആയിരുന്നു. ഫുഡ് നമുക്ക് കഴിക്കാൻ പോലും പറ്റൂല. അത്രയും വിശപ്പിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് വേസ്റ്റ് ചെയ്തത്. പക്ഷെ ആ ഒരു സീൻ കണ്ടപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി. എന്താ എനിക്ക് ആ ഒരു നിമിഷം നമ്മൾ ശരിക്കും സ്റ്റക്കായി പോയാൽ കണ്ടപ്പോൾ. അതിൽക്കാ എന്താണ് അത് കണ്ടപ്പോൾ തോന്നിയത്? അതായത് നമുക്ക് ഇത്രയും എക്സ്പീരിയൻസുമായി നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഭയങ്കര ടേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വലിയ വാല്യൂ ഉണ്ടാവില്ല. അത് മറ്റുള്ളവർക്ക് എത്ര വാല്യൂ ഉള്ളത് അതാണ് ആ സീനിലുള്ളത്. പിന്നെ അങ്ങോട്ട് കുറച്ചു നേരം യാദിൽക്കാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദ് എത്താൻ പിന്നെ നമ്മൾ 2 പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ മനസ്സിലാക്കാലോ നമ്മൾ ഉദ്ദേശിച്ച അത്ര റേഞ്ച് ഒന്നും നമ്മൾ കാറിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പൊ EV കാറായിട്ട് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഒരിക്കലും നമ്മളെ സീരീസ് സ്കിപ്പ് ചെയ്യേണ്ട. എല്ലാ വീഡിയോസിലും കാറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.